ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്റൂസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് നനച്ചുകൂളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അതിൽ മോനും കൂടെ സഹായിക്കണമൊക്കെ ഉണ്ട്. രാവിലെ ചായ ഓടിൻ്റെ പണി കഴിഞ്ഞതും നനച്ചുകൂളി പണിക്ക് നിന്നതാണ്. കുറേശ്ശെ അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അയ്യാൻകുട്ടി പേനയും പെൻസിലും കൊണ്ട് ചുമരാകെ ചിത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മോളും മോനും കൂടിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പേസ്റ്റ്, വിനാഗിരി, സോഡാപ്പൊടി, അങ്ങനെ വിമ്മിൻ്റെ ജെല്ല്, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് അവരിങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പോയിട്ട് നല്ല വൃത്തിക്ക് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ജനാലകൾ, വാതിലുകൾ അങ്ങനെയുള്ളവിടെയൊക്കെ ഞാനും ക്ലീൻ ചെയ്യും. എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാനൊന്നും കഴിയില്ല. കുറേശ്ശെ അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാനൊന്നും ഇല്ല കേട്ടത്. പുതിയ വീടാണല്ലോ, നമുക്ക് പിന്നെ ഒരുപാട് വൃത്തിയാക്കാനൊന്നുമില്ല. ഡെയിലി പിന്നെ നമ്മൾ വാറാലൊക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെ നമ്മൾ എന്നാലും നമുക്ക് ആ സമയമാകുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണല്ലേ. അപ്പോൾ ഇതാ കുട്ടികളങ്ങനെ അവിടെയൊക്കെ നല്ലോണം ചുമരൊക്കെ ശരിക്കും അങ്ങോട്ട് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. അവൻ പെൻസിൽ കൊണ്ടൊക്കെ വരച്ചതാണ്. ഒരു പേസ്റ്റ്, സോഡാപ്പൊടി, വിനാഗിരി അതൊക്കെ കൂടി ചേർത്തിട്ട് ഇങ്ങനെ തുണിയിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ചിട്ട് അങ്ങോട്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അയ്യാൻകുട്ടി അവിടെ കളിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ അകത്തെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പുറത്തങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അടുക്കള ജനലും കൂടി ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞു. ഇന്നപ്പോൾ ഉച്ചക്കലേക്ക് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു കറിയാക്കണം, കുറച്ച് നെയ്ച്ചോറും കൂടെ വെക്കണം. നെയ്ച്ചോറല്ല, ഒരു ബിരിയാണി ചോറ് പോലെ കേട്ടോ. അപ്പോൾ എന്താ ബീഫൊക്കെ ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. 3 വിസിലിട്ടാൽ മതി കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് ബീഫൊക്കെ ഇതിൽ വെന്ത് കിട്ടും. പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇനി ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കണം. അപ്പോൾ അത് ഞാൻ ആ ബീഫ് ഒരു അരിപ്പക്കൊട്ടയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതും ഇവിടെ ചതച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി ചോറ് തനിയെ, ബീഫ് വരട്ടിയത് തനിയെ അങ്ങനെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് വെന്ത വെള്ളത്തിലാണ് ചോറൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതാ ബീഫ് ഒന്ന് ആദ്യം വരട്ടി വെക്കാനാണ്. അപ്പോൾ സബോളയൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടുക പറയുമ്പോൾ എല്ലാവർക്കും അറിയും. നമ്മൾ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു വോയിസ് എന്തായാലും കൊടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പകുതി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ പകുതി ഇതാ ഇപ്പോൾ ഈ വഴറ്റുന്ന മസാലയിലും ഇട്ട് വേവിക്കാൻ വെച്ച ബീഫിലും കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു രുചിയൊക്കെ ആ ചോറിൽ കിട്ടേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അരിപ്പക്കൊട്ടയിൽ മാറ്റി വെച്ചു. പിന്നെ അത് ആ ബാക്കി വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഇത് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ഒരു വിസിലും കൂടെ ഇട്ടതും ആ ഒരു വിസിൽ വന്ന് കഴിഞ്ഞത് അപ്പം തന്നെ എയർ ഫുള്ളും ഞാൻ എടുത്ത് കളയണ്ട. അപ്പോൾ ഈ മസാലയിൽ ബീഫൊക്കെ ശരിക്കും ഒന്ന് പിടിച്ചങ്ങോട്ട് കുറുകി അങ്ങോട്ട് കിട്ടും. അങ്ങനെ അടുത്തത് പിന്നെ ചോറിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോറിന്. ഞാനിതിൽ കുറച്ച് ഗരം മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയും പച്ചമുളകും സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി വന്നതിന് ശേഷം പിന്നെ ഈ ബീഫ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ ബാക്കി തികയാത്തത് വേറെ സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വെള്ളം കൊണ്ട് ഇതുപോലെ ചോറ് വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്നും ഫുൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ നനച്ചുകൂളി കുറച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. നനച്ചുകൂളി പണി എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാനൊന്നും നമുക്കാവില്ല. അപ്പോൾ കുറേശ്ശെ പണികളൊക്കെ ഉണ്ട്, ഓരോ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ഒരുക്കി വരികയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അവരും അവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഇതേപോലെ ചോറ് വെച്ചവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.